Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu wa nashhadu anna Muhammadan 'abduhu wa rasuluhu أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ 23-ാമത്തെ വർഷം മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വെച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് ഇമാമായി നിൽക്കുകയാണ്. മഅ്മൂമീങ്ങളായി നൂറുകണക്കിന് സഹാബാക്കൾ പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇഖാമത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലി കൈകൾ കെട്ടി. പള്ളിയുടെ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരുന്ന ക്രൂരനായ അബൂ ലുഅ്ലു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കഠാര കൊണ്ട് കുത്തി. ശക്തമായ ആഘാതമേറ്റ ഉമർ റളിയല്ലാഹു അൻഹു ശരീരം അങ്ങേയറ്റം മുറിവോടുകൂടി താഴേക്ക് വീണു. രക്തം പള്ളിയിൽ മണലിൽ ചാലിട്ടൊഴുകി. നമസ്കാരത്തിനിടയിലായതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് കയറി നിന്ന് നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും മറ്റു സഹാബാക്കൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ചെറിയ ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന് പരിസര ബോധമുണ്ടായപ്പോൾ അദ്ദേഹം ആദ്യമായി ചോദിച്ചത് അസ്വല്ലന്നാസ്, അല്ല നിസ്കാരം കംപ്ലീറ്റ് ആക്കിയോ? ഞാൻ നിസ്കാരത്തിനിടയിലാണല്ലോ എനിക്ക് കുത്തേറ്റത്, ഞാൻ വീണത്, നിങ്ങൾ എന്നെ പള്ളിക്ക് കൊണ്ടുവന്നത്. ബാക്കി നിങ്ങൾ ഈ വന്നോരൊക്കെ നിസ്കരിച്ചോ? അവിടെ ഉള്ള ആൾക്കാരൊക്കെ നിസ്കരിച്ചോ? സഹാബാക്കൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എല്ലാവരും നിസ്കരിച്ചു, മുഴുവൻ ആൾക്കാരും നിസ്കരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രക്തത്തോടെ, ആ മുറിവോടെ, ആ ഉള്ള സമയം കൊണ്ട് കിടന്നുകൊണ്ട് അവിടെ നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നെഞ്ചകത്ത് എഴുതി ഒട്ടിക്കേണ്ട വാക്കാണ്. നഅം ലാ ഹവ്വ ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ. നഅം, അതെ ശരിയാണല്ലോ. ലാ ഹവ്വ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഒരാൾക്ക് അള്ളാഹു മെമ്പർഷിപ്പ് കൊടുക്കൂല, മുസ്ലിമായിട്ട് അള്ളാഹു ഒരാളെ പരിഗണിക്കുകയില്ല. ലിമൻ തറക സ്വലാ, അയാൾ നിസ്കാരം ഒഴിവാക്കി അയാളുടെ ജീവിതത്തിൽ അത് പശ്ചാത്തപിച്ച് അത് ശരിയാകാതെയാണ് അയാൾ മരിച്ചതെങ്കിൽ, നമസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ മരിച്ചുപോയതെങ്കിൽ
അയാൾ അള്ളാഹു മുസ്ലിമായി കൊണ്ട് പരിഗണിക്കുകയില്ലല്ലോ എന്ന്. സഹോദരങ്ങളെ, റമദാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ വർഷത്തേത് കഴിഞ്ഞു. നമ്മൾ എന്നും പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഒന്നാമത്തെ കാര്യമായി എല്ലാ റമദാനു ശേഷവും പരമാവധി ആദ്യത്തെ ഖുത്ബയായി പറയുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് നമ്മളും നമ്മുടെ കുടുംബത്തിലും മരിക്കുന്നത് വരെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അതെന്താണ്? നമസ്കാരം ഒഴിവാക്കുന്നവൻ മുസ്ലിമല്ല, നിസ്കാരം ഒഴിവാക്കുന്നവൻ മുസ്ലിമല്ല. നമസ്കാരം ഒഴിവാക്കുന്ന വാപ്പയും നിസ്കാരം ഒഴിവാക്കുന്ന ഉമ്മയും നിസ്കാരം ഒഴിവാക്കുന്ന മക്കളും നിസ്കാരം ഒഴിവാക്കുന്ന മരുമക്കളും അള്ളാഹുവിന്റെ ഭാഷയിൽ മുസ്ലിമായി പരിഗണിക്കുന്നേയില്ല. അതിനൊരു പരിഹാരമുണ്ടാകണം. റമദാനിൽ നമ്മൾ ശീലിച്ച പോലെ മരിക്കുന്നത് വരെ ഒരൊറ്റ വക്ത് നമസ്കാരം ഒഴിവാക്കാത്തവരായി നമ്മളും, ഒഴിവാക്കാത്ത കുടുംബമായി നമ്മുടെ കുടുംബവും, ഒഴിവാക്കാത്ത മഹല്ലായി നമ്മുടെ മഹല്ലും, ഒഴിവാക്കാത്ത നാടായി നമ്മുടെ അങ്ങാടിയും മാറണം. അത് നമ്മുടെ തീരുമാനമാകണം. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാനുള്ള കാരണം? ഒരു വിശ്വാസിയുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് പരലോകത്ത് വെച്ച് ലഭിക്കുന്ന സ്വർഗവും നരകവുമാണല്ലോ. അതാണല്ലോ ആത്യന്തികമായ വിജയവും പരാജയവും. എങ്കിൽ ഈ പള്ളിയിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബവും തൗഹീദുള്ളവരാണല്ലോ. തൗഹീദുള്ള നമ്മളുടേത് അള്ളാഹു നാളെ പരലോകത്ത് ആദ്യമായി അള്ളാഹു നമ്മളെ വിചാരണയ്ക്ക് എടുക്കുന്ന വിഷയം, അഥവാ നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട വിഷയം 100% ക്ലിയറായി പടച്ചവന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട വിഷയം തൗഹീദുള്ള ഒരാളെടുത്തോ ഏതാന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ വാക്കെന്താണ്? അവ്വലുമായി യുഹാസബു അബ്ദുഹു ഫീ യൗമിൽ ഖിയാമ അനിസ്സലാ. 5 വക്ത് നിസ്കാരാണ്. ആ 5 വക്ത് നിസ്കാരത്തെ പറ്റി ബോധ്യപ്പെടുത്തണം പടച്ചോനോട്. പടച്ചോനെ, അത് 100% ക്ലിയർ ആയിരുന്നു. അതിൽ ആരൊക്കെ പെടും? വാപ്പ പെടും, ഉമ്മ പെടും, പട്ടാളക്കാരൻ പെടും, പോലീസുകാരൻ പെടും. റമദാൻ പെരുന്നാളിന്റെ തലേ ദിവസം ക്യൂവായി നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ തല മുടി വെട്ടിക്കൊടുക്കുന്ന ബാർബർ ഷാപ്പിലെ പണിക്കാരൻ ബോധ്യപ്പെടുത്തണം. റമദാനിന്റെ തലേ ദിവസം ആളുകൾ ക്യൂവായി നിൽക്കുമ്പോൾ, ഇറച്ചിക്ക് വേണ്ടി ക്യൂവായി നിൽക്കുമ്പോൾ അതിനിടയിൽ പോയി നിസ്കരിക്കണം എന്ന ബോധ്യമുള്ള കച്ചവടക്കാരൻ നിൽക്കേണ്ടി വരും. അധ്യാപകൻ അവനവന്റെ സ്ഥാപനത്തിൽ എത്ര മീറ്റിങ്ങൾ ഉണ്ടെങ്കിലും അതിനിടയിൽ 5 വക്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ പടച്ചോനെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന വിഷയത്തിൽ അള്ളാന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും. സഹോദരങ്ങളെ, ലോകത്ത് തൗഹീദുള്ള ഓരോരുത്തരും അയാളുടെ ജോലികൾക്കിടയിൽ, അയാളുടെ കച്ചവടത്തിനിടയിൽ, അയാളുടെ ഇഷ്ടങ്ങൾക്കിടയിൽ പടച്ചോനോട് ബോധ്യപ്പെടുത്തേണ്ട ആദ്യത്തെ വിഷയം നിസ്കാരാണ്. റസൂലുള്ളാഹിന്റെ വാക്കെന്തറിയോ? അതിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ റമദാനിന് ശേഷം നമ്മൾ തീരുമാനിച്ചു, പടച്ചോനെ റമദാൻ വരെ ഇടക്കിടക്ക് പോകലുണ്ടേനി, ഗൗരവമില്ലായിരുന്നു, ഞങ്ങളിങ്ങനെ കമ്പനി കൂടുമ്പോൾ നഷ്ടപ്പെടലുണ്ടായിരുന്നു. ഞങ്ങൾ 2026 റമദാനിന് ശേഷം റമദാനിൽ നിലനിർത്തിയ പോലെ 5 വക്ത് നിസ്കാരം അതിൽ ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് അള്ളാന്റെ മുന്നിൽ നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ വഖദ് ഫാസ വഅൻജഹ. വൻപാപങ്ങളില്ലെങ്കിൽ പടച്ചോ നമുക്ക് സ്വർഗം തരും ഇൻഷാ അല്ലാഹ്. വൻപാപങ്ങളില്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ കൊണ്ട് വഖദ് ഫാസ വഅൻജഹ, ബാക്കിയുള്ള ചെറുപാപങ്ങൾ അല്ലാഹു പൊറുക്കും, ഓനെ മുഅ്മിനായി പ്രഖ്യാപിക്കും. എന്നാൽ 5 വക്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ റമദാനിന് ശേഷം വീണ്ടും തിരക്കാണ്, ബിസിയാണ്, ചങ്ങാത്തരം കൂടുമ്പം, അതിങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പം, പെണ്ണുങ്ങളും കുട്ടികളും കൂടെ ആകുമ്പം, എന്റെ സ്റ്റാഫിന്റെ കൂടെ ആകുമ്പം, ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ വഴി വീണ്ടും നമസ്കാരം ഇടക്കിടക്ക് നഷ്ടപ്പെടുന്നിട്ടുണ്ടെങ്കിൽ വഖദ് ഖാബ വഖസിറ. സഹോദരങ്ങളെ, ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ പടച്ചവൻ ഇതിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. അല്ലാഹ് പരിഗണിക്കാൻ സാധ്യത പോലുള്ളൂ. പടച്ചോനത് പരിഗണിക്കണമെങ്കിൽ ഞാൻ ഉമ്മാനും വാപ്പാനും നോക്കിയത്, പാവങ്ങളെ സഹായിച്ചത്, നമ്മൾ ഈ നാട്ടിലെ യതീം മക്കൾക്ക് ഭക്ഷണം കൊടുത്തത്, നമ്മൾ ഈ നാട്ടിലെ വിധവകൾക്ക് സഹായം നൽകിയത്, നമ്മൾ നമ്മുടെ അയൽവാസിക്ക് വേണ്ടി നമ്മുടെ വാഹനം വിട്ടുകൊടുത്ത് ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചത് എല്ലാം അള്ളാന്റെ പക്കൽ വലിയ പുണ്യമാണ്. പക്ഷെ അത് അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് ഉണ്ടാണ്, നിസ്കാരം ഉണ്ടാണ്. നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അള്ളാനെ പരിഗണിക്കണില്ല എന്നാണ്. നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ പടച്ചോൻ അംഗീകരിക്കണില്ല എന്നാണ്. നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വാക്കിന് വില കൊടുക്കണില്ല എന്നാണ്. നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു 5 വക്തിന് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ഉച്ചയിൽ ഉറക്കെ നമ്മളെ വിളിക്കുന്ന ഹയ്യ അലസ് സ്വലാ എന്ന അള്ളാന്റെ വാക്കിന് അരപ്പൈസന്റെ വില കൊടുക്കണില്ല എന്നാണ്. അങ്ങനെ വില കൊടുക്കാത്ത ഒരാളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം,
അയാളുടെ സ്വതക്കകൾ, അയാളുടെ മറ്റ് കർമ്മങ്ങൾ പടച്ചവൻ പരിഗണിക്കണം എന്നില്ല. ഇതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ വാക്ക് പറഞ്ഞത്. ലാ ഹവ്വ, ഇസ്ലാമിൽ പരിഗണിക്കൂല, ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല, മുസ്ലിമിന്റെ പട്ടികയിൽ അള്ളപ്പെടുത്തൂല. ലിമൻ തറക്ക സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചവന്. റമദാന് ശേഷം നമുക്കുണ്ടാണ്ട് അടിസ്ഥാനപരമായ തീരുമാനം, നിസ്കാരം പോകാൻ പാടില്ല. എന്ത് വന്നാലും സോങ്ങളെ, ബാക്കിയുള്ള ഏത് ആരാധനാ കർമ്മങ്ങൾക്കും ഇല്ലാത്ത രണ്ട് പ്രത്യേക നിസ്കാരത്തിനുണ്ട്. ഒന്നെന്താ അറിയോ? ഒന്നാമത്തെ പ്രത്യേകം എന്താ സോങ്ങളെ? ബാക്കി ഇസ്ലാമിന്റെ ഏത് നിയമങ്ങളും, ആരാധനകൾ മാത്രമല്ല ഏത് നിയമവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഭൂമിയിലേക്ക് വഹിയായി ഇറക്കി കൊടുത്തതാണ്. ജിബ്രീലിലൂടെ, സ്വപ്നത്തിലൂടെ, മണിശബ്ദത്തിലൂടെ ഭൂമിയിലേക്ക് പ്രവാചകന് വഹിയായി ഇറക്കി കൊടുത്തതാണ്. പാപ്പാനിമാരി നോക്കുക, ഭൂമിക്ക് വഹി വന്നതാണ്. തെറി പറയാതൊക്കെ ഭൂമിക്ക് വഹിയാണ്. നോമ്പോൽക്കുക ഭൂമിയിലേക്ക് വഹിയാണ്. ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറുക, ഹജ്ജയൊക്കെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട വഹിയാണ്. നിസ്കാരം അല്ലാഹു ഭൂമിയിൽ നിന്ന് പ്രവാചകനെ വാനലോകത്തേക്ക് അല്ലാഹു കൊണ്ടുപോയി, മിഅ്റാജിൽ കൊണ്ടുപോയി അങ്ങോട്ട്. എന്നിട്ട് അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് നൽകിയ ഇബാദത്താണ്. അല്ലാഹു നേർക്ക് നേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ഇബാദത്താണ് നിസ്കാരം. വിണ്ണിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. ബാക്കിയുള്ള മുഴുവൻ ആരാധനയും മണ്ണിൽ നിന്ന് അല്ലാഹു മണ്ണിലേക്ക് ഇറക്കിയതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ മറ്റുള്ള ഏതൊരു ആരാധനാ കർമ്മങ്ങൾക്കും പ്രയാസം, ബുദ്ധിമുട്ട്, രോഗങ്ങൾ ഇവ വന്നാൽ അവ ഉപേക്ഷിക്കാൻ, ഒഴിവാക്കാൻ ഇസ്ലാമിൽ ഇളവുണ്ട്. ഉപേക്ഷിക്കാൻ ഇളവുണ്ട്, നിസ്കാരത്തിനില്ല. നിസ്കാരത്തിൽ ചുരുക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ജമ്മു നമുക്ക് പറയട്ടോ. ഒഴിവാക്കാൻ ഇസ്ലാമിൽ ഒരളവില്ല. ഇപ്പൊ നമ്മൾ റമദാൻ കഴിഞ്ഞു. റമദാൻ എത്രയോ ആളുകൾ ഫിദിയ ചോദിക്കും. ഫിദിയയുടെ കണക്കും ബാക്കി. എന്തേ കാരണം? ഒന്നുമില്ല, നോമ്പ് നോൽക്കാൻ കഴിയണില്ല. ഇസ്ലാം കാര്യത്തിൽ പ്രധാനപ്പെട്ട നോമ്പ് നോൽക്കാൻ കഴിയാത്തതിന് ഇസ്ലാമിൽ പരിഹാരമുണ്ട്. ഇനി ഈ സമയത്ത് രോഗം വന്നാലോ നോമ്പ് നോറ്റി വീട്ടിയാ മതി. ഹജ്ജിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. പോകുന്നതിന് ഒരാഴ്ച മുന്നേ അങ്ങാടി വെച്ചിട്ട് കാല് പൊട്ടിയാലോ? ഈ വർഷം അയാൾക്ക് ഹജ്ജ് നിർബന്ധമല്ല. എന്തേ കാരണം? നിർബന്ധമില്ല. എന്തേ? അയാളുടെ ശരീരം അനുവദിക്കുന്നില്ലെങ്കിൽ ഹജ്ജ് ചെയ്യണ്ട. ഒരാൾ സക്കാത്തിന് ഏകദേശം പണങ്ങനെ ഏകദേശ ധാരണയിൽ ഇങ്ങനെ വരികയാണ്. പെട്ടെന്ന് അയാളുടെ കച്ചവടം മൊത്തമായിട്ട് പോയി, നഷ്ടം പറ്റി. അയാൾക്ക് നിസാബത്തില്ല. അയാൾക്ക് സക്കാത്ത് ഉണ്ടോ? ഇല്ല. എന്നാൽ ഇസ്ലാമിൽ നിസ്കാരം, കച്ചവടത്തിൽ ലാഭമുണ്ടോ? നിസ്കരിക്കണം. നഷ്ടമുണ്ടോ? നിസ്കരിക്കണം. നാട്ടിൽ യുദ്ധമുണ്ടോ? നിസ്കരിക്കണം. യുദ്ധമല്ലേ? നിസ്കരിക്കണം. ഒരാളുടെ ജീവിതത്തിൽ കയ്യും കാലും പൊട്ടിയോ? നിസ്കരിക്കണം. കയ്യും കാലും ഉണ്ടോ? നിസ്കരിക്കണം. വാപ്പാക്കും ഉമ്മാക്കും അസുഖമുണ്ടോ? നിസ്കരിക്കണം. അസുഖമല്ലേ? നിസ്കരിക്കണം. ഞാൻ ജയിലിലാണോ? നിസ്കരിക്കണം. ജയിലിന്റെ പുറത്താണോ? നിസ്കരിക്കണം. ഞാൻ പനി പിടിച്ച് കിടക്കുകയാണോ? കിടന്നുകൊണ്ട് നിസ്കരിക്കണം. പനി പിടിക്കാതെ ആരോഗ്യത്തിൽ പുറത്താണോ? എങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കണം. നിസ്കാരത്തിൽ ഒഴിവാക്കാൻ ഒരളവും ഇസ്ലാമിലില്ല. അങ്ങനത്തെ ഒരൊറ്റ ആരാധനയേ ഉള്ളൂ, അതാണ് നിസ്കാരം. ഇത് നമ്മളും നമ്മുടെ കുടുംബവും മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഉണ്ട്, ഒരിക്കൽ കൂടി ഉറപ്പിച്ചു വരാൻ ഉണ്ടാകണം. അതുകൊണ്ടാണ് ബാക്കി ഏത് തെറ്റിനെ പറ്റിയും പറയാത്ത വാക്കാനെ പറഞ്ഞ് അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹാ ഫഖദ് കഫറ. നിസ്കരിക്കാത്തവൻ സംശയലേശമന്യേ അയാളുടെ നെറ്റിത്തടത്തിൽ പടച്ചോൻ എഴുതിയേക്കും കാഫിറാണ്. അങ്ങനെ ഒരു വാചകം വേറെ ഹദീസിലുണ്ട്. സോങ്ങളെ, അവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ മുസ്ലിമിന്റെ പരിധിപ്പെട്ടവനല്ല, അവൻ ഇസ്ലാമെന്ന് പുറത്തു. ഇങ്ങനെയൊക്കെ ബാക്കിനെ പറ്റൊക്കെ വേറിട്ടുള്ളൂ. നിസ്കാരം നേർക്ക് നേരെ പറഞ്ഞ് അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹാ. 5 വക്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു വക്ത് നിസ്കാരം ഉപേക്ഷിച്ച് പ്രശ്നമില്ല എന്ന് പറഞ്ഞു നടക്കണോൻ, അതിന് ന്യായം കണ്ടെത്തണോൻ, അതിന് തൊഴിലിന്റെ സമയം കണ്ടെത്തണോൻ, അത് ഇന്നാലിന്റെ കാരണങ്ങളാണ്, ഇന്റെ പ്രശ്നം അല്ലാഹ്ക്കറിയാം, എന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട എന്ന് ദുനിയാവിലെ വർത്തമാനം പറയുന്നവൻ വഖദ് കഫറ. അള്ളാന്റെ മുന്നിൽ കാഫിറാണ്. നമുക്കൊരാളെ കാഫിറാന്ന് വിളിക്കാൻ പറ്റൂല, പക്ഷെ അള്ളാന്റെ മുന്നിൽ കാഫിറാണ്. ഇത് നമ്മളും നമ്മുടെ കുടുംബത്തിലും നടപ്പിലാക്കണം. നടപ്പിലാക്കുന്നത് എന്താ അറിയോ? ഇന്റെ കുടുംബത്തിൽ ഒരൊറ്റ ആളും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ബാക്കിലുണ്ട്, നിസ്കരിക്കൂല. അങ്ങനത്തെ ഒരാളിന്റെ വീട്ടിലില്ല, അങ്ങനത്തെ ഒരാളിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. ചിലപ്പോൾ സ്നേഹത്തോടുകൂടി പറയേണ്ടി വരും, ചിലപ്പോൾ ക്ലാസ്സിന് കൊണ്ടുവരേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഉപദേശം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ശാസിക്കേണ്ടി വരും. നിസ്കാരിക്കാത്ത ഒരാളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, അള്ളാന്റെ വലിയ അനുഗ്രഹം എന്താ അറിയോ? മുമ്പില്ലാത്ത വിധം നമസ്കാരത്തിന്റെ വിഷയമൊക്കെ നമ്മുടെ ആളുകൾക്ക് ഒരുപാട് അൽഹംദുലില്ലാഹ് വലിയ മാറ്റാണ്. യുവാക്കൾ, കുട്ടികൾ, പള്ളികളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും.
ആ സന്തോഷം അള്ളാഹു നിലത്തി തരുമാറാകട്ടെ. അതോടൊപ്പം തന്നെ എന്നാൽ പോലും ചിലപ്പോഴെങ്കിലും നമ്മളുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ തിരക്കുകളിൽ, നമ്മൾ ഉണ്ടാക്കുന്ന ചില ന്യായങ്ങളുടെ പേരിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർ പോലും ചില സമയങ്ങളിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഗൗരവമായ ഗുരുതരമായ പശ്ചാത്താപം പോലും ചെയ്യാത്ത ഗുരുതരമായ തെറ്റ് കാണുന്നു. അതൊഴിവാക്കണം. ഞാൻ ലളിതമായിട്ട് പറയാൻ, ഇപ്പൊ ഇനി വെക്കേഷൻ വരികയാണ്, നമ്മുടെ നാട്ടിൽ വെക്കേഷൻ വരികയാണ്. നമ്മുടെ നാട്ടിൽ അപ്പൊ ഈ വിവാഹങ്ങളുടെ വലിയൊരു ദിവസങ്ങളുടെ നാളുകളാണ്. സഹോദരങ്ങൾ, നമ്മുടെ മനസ്സിൽ എല്ലാത്തിനും ബാക്കിയൊക്കെ ഉപേക്ഷിക്കട്ടെ, നമ്മുടെ മനസ്സിൽ ആലോചിക്കും, നമ്മുടെ നാട്ടിൽ ഒരു ഇസ്ലാമികമായ ഒരു വിവാഹം നടക്കുന്നു എന്ന് വരികയാക്കുക, മനസ്സിൽ കരുതുക. ഓഡിറ്റോറിയങ്ങളൊക്കെ ഒരു ഇസ്ലാമികമായ വിവാഹം. ആ വിവാഹം നടത്തുന്ന രണ്ട് കുടുംബങ്ങളിലും വിവാഹത്തിന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന മുസ്ലിം ജോലിക്കാരിലും എത്ര ശതമാനം ആൾക്കാരായിരിക്കും അന്ന് നിസ്കരിക്കുക? തലേന്നും ബാക്കിയൊക്കെ അവിടെ കിടക്കാം, അന്ന് നിസ്കരിക്കുക. വെറുതെ ആലോചിച്ചു. അവനവന്റെ കുടുംബത്തിലും അവനവന്റെ വീട്ടിലും അവനവന്റെ ചങ്ങാതിമാരിലും നടന്ന കല്യാണങ്ങൾ മാത്രം ആലോചിച്ച് നോക്കി. ആ വിവാഹത്തിന്റെ അന്ന് അവിടെ നിസ്കരിക്കുന്ന കുടുംബക്കാരും അടുത്ത ബന്ധുക്കളും ജോലി ചെയ്യുന്ന മുസ്ലിമുകൾ എത്ര ശതമാനം ഉണ്ടാവും? കുറവാണ്. ഇത് വെറുതെ ഒരു ഖുതുബക്ക് വേണ്ടി പറയല്ല, അനുഭവത്തിൽ നിന്ന് പറയാൻ. ഏതായാലും പുതിയ നിസ്കരിക്കൂല, കാരണം ഓളെ കോസ്മെറ്റിക് സാധനങ്ങൾ ഉപയോഗിച്ചോളം ഒന്നും ഉണ്ടാക്കൂല. ആ ഡ്രസ് കൊണ്ട് നിസ്കരിക്കാനും പറ്റൂല. കാരണം അങ്ങനെ നിൽക്കുക, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത രൂപത്തിലാണ് നിൽക്കുക. എന്ത് തോന്നിയാലും വേണ്ടി അങ്ങനെ നിൽക്കുക. സ്വാഭാവികമായിട്ട് പെണ്ണിന്റെ വീട്ടുകാരായിരിക്കും കല്യാണം നടത്തുക. ഞാൻ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തുന്ന പറ്റില്ല പറഞ്ഞത്. ഓഡിറ്റോറിയത്തിൽ പെൺവീട്ടുകാരായിരിക്കും മിക്കവാറും നടത്തുക. ആണിന്റെ ചെലവാണ് നടത്തേണ്ടത്. നമ്മുടെ നാട്ടിൽ സമ്പ്രദായ പ്രകാരം പെൺവീട്ടുകാരെ നടത്തുക. അതിൽ പെൺകുട്ടി നിസ്കരിക്കില്ല, സ്വാഭാവികമായിട്ട് ആണും നിസ്കരിക്കൂല. അപ്പൊ അവിടെ കല്യാണം കഴിക്കാൻ പോണ ആണും പെണ്ണും നിസ്കരിക്കൂല. പിന്നുള്ളത് ആരാ അവിടെ വരുന്നത്? ആൺകുട്ടിന്റെ പെൺകുട്ടിന് ഫ്രണ്ട്സാണ്. ഓലി പെൺകുട്ടിന്റെ അതിനേക്കാളും മോശമായിട്ടേക്കാണ് ഡ്രസ്സ്. ഓലാരും നിസ്കരിക്കൂല. ആൺകുട്ടികളും സ്വാഭാവികമായി, ഞാൻ ആരും ഇല്ല എന്നല്ല ഡ്രസ് ഞങ്ങൾ പറഞ്ഞ്, ഭൂരിപക്ഷ പറഞ്ഞ് ഓലും നിസ്കരിക്കൂല. പിന്നെയോ കുടുംബക്കാർക്ക് അതിനൊപ്പിച്ചിട്ട് ഉള്ള ദീനിയായ ആൾക്കാർ പോലും തരും, ഫുള്ള് ടൈറ്റ് ആക്കിയിട്ട് ഒന്നുണ്ടാക്കാൻ പോലും കൈ കയറ്റാൻ പറ്റാത്ത ബ്ലൗസ് ഇട്ടാണ്ട വരിക, ഓൽ നിസ്കരിക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാധന കർമ്മം, ലോകത്തെ മുഴുവൻ ആൾക്കാരെയും സാക്ഷി നിർത്തി കാഫിറുകൾ 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 എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ മാത്രം 50 60 ആളുകളായിട്ട് നമ്മുടെ കല്യാണം നടക്കുന്നു. ആ കല്യാണത്തിൽ അടി ഉണ്ടാവൂലേ? ആ കല്യാണത്തിൽ തോന്നിയാസം ഉണ്ടാവൂലേ? ആ കല്യാണത്തിൽ അവിഹിത ബന്ധം ഉണ്ടാവൂലേ? ആ കല്യാണത്തിൽ സംശയരോഗം ഉണ്ടാവൂലേ? ആ കല്യാണത്തിൽ രണ്ടു കൂട്ടരെ വാപ്പാനിമാനും ഒരേ ബാപ്പിയായിട്ട് ഇമ്മയായിട്ട് അംഗീകരിക്കാനുള്ള മനസ്സ് പടച്ചോൻ കൊടുക്കുവോ? ഇതെന്തിനാ പറഞ്ഞറിയോ? ബാക്കി തലേന്ന് നിസ്കരിക്കും, പിറ്റേന്ന് നിസ്കരിക്കും. അന്നത്തെ ദിവസം അത് ആഘോഷ ദിവസം, നിസ്കാരമില്ല. നമ്മൾ ആർക്കാ നഷ്ടം? ആ കല്യാണത്തിന് ബർക്കത്ത് പടച്ചോ നിശ്ചയിച്ചത് എവിടെയാ? നിസ്കാരത്തുമേ. ഞാൻ ബിരിയാണി വെച്ചു, മാറ്റി മന്തിയാക്കി, ഇതുമ്പോ ബർക്കത്തുണ്ടോ? ബർക്കത്തിന് വ്യത്യാസമുണ്ടോ? എന്റെ കല്യാണത്തിന് 250 ആൾക്കാർ പങ്കെടുത്തു, 2500 ആൾക്കാർ പങ്കെടുത്തു. 2500 ബർക്കത്ത് അങ്ങനെ അള്ള പറഞ്ഞോ? ഇല്ല. എന്റെ വീട്ടിൽ പാർക്കിംഗ് സൗകര്യമുള്ള ഓഡിറ്റോറിയം, പാർക്കിംഗ് ഇല്ലാത്ത ഓഡിറ്റോറിയം, ഇതിലാ ബർക്കത്തല്ല. ഇതൊക്കെ അവനാന്റെ ഇഷ്ടപ്രകാരം ഭൗതികമായി തെരഞ്ഞെടുക്കുക. പക്ഷേ എന്ത് തെരഞ്ഞെടുത്താലും നിസ്കാരം പോകരുത്, അതിലാണ് ബർക്കത്ത്. അപ്പോഴാണ് ബാറക്കല്ലാഹു ലക്കുമാ നടപ്പിലാകുക. കല്യാണത്തിന് നിസ്കാരം ഉണ്ടാവില്ല. ഞാനവിടെ കാറ്ററിംഗ് ചെയ്യുന്ന ജോലിക്കാർ, ഞാൻ എത്രയോ നല്ല കുട്ടികളാണ് ചെയിനിന്റെ ഇടയ്ക്ക് പോയിട്ട് സൈഡിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഏതെങ്കിലും ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഓഡിറ്റോറിയത്തിലെ സൈഡിൽ നിസ്കരിക്കുന്ന നല്ല 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്, +1 +2 ഡിഗ്രി കൂടെ സഹായിക്കാൻ വന്ന ചെറിയ കുട്ടികൾ വരെ നിസ്കരിക്കുന്ന കണ്ടുകൊണ്ട് നല്ല കുട്ടികൾ. ആ ഒരു ഭക്തിയെങ്കിലും അവനാന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് ഒരു റൂമെങ്കിലും അവിടെ തയ്യാറാക്കി, നേരം വൈകുന്നുണ്ടെങ്കിൽ ഇവിടെ നിസ്കരിക്കട്ടോ എന്ന് പറയാൻ തൗഹീദി മഹല്ലായ നമ്മുടെ മഹല്ലിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ഏത് മഹല്ല നടപ്പിലാക്കുക? ഇന്റെ കല്യാണത്തിന് നിങ്ങൾ വരിക, നിങ്ങൾ 12:30 ചോറ് വിളമ്പ, എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ 4 മണിക്ക് പോകുമ്പോൾ ളുഹർ നിസ്കരിക്കാനും, ഞാൻ ഖത്തീബായ എന്റെ കല്യാണത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് അവിടുന്ന് 12:30 നിങ്ങൾ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ട് 4:00 പോകുമ്പോൾ ളുഹർ നിസ്കരിക്കാനും അസർ നിസ്കരിക്കാനും സൗകര്യം ഞാൻ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ക്രൂരതല്ലത്. ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്, പാർക്കിംഗ് ചെയ്യാൻ സൗകര്യമുണ്ട്, വധുവരന്മാർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്, ഗസ്റ്റുകൾക്ക് വരുന്ന റൂമുണ്ട്, നിസ്കരിക്കാൻ സൗകര്യമില്ല. അതാണ് ചിന്തയുടെ മാറ്റം. തൗഹീദി മഹൽ എന്നാണ്ടാണ്ടി, അത് നമ്മളെ മഹല്ലാണ്. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നിസ്കരിക്കാൻ സമയം അത്രയും ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ ഒരു റൂമെങ്കിലും ബാക്കിയാക്കണം, ഒരു സ്ഥലമെങ്കിലും മറച്ചു കെട്ടണം. എന്നിട്ട് പറയണം, ഉമ്മാരെ പറയണം,
അവിടെ വന്നിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ബാറക്കല്ലാഹു ലക്കുമാന്ന് ചൊല്ലുമ്പം അത് നമ്മളെ മക്കൾക്ക് കിട്ടണം. നമ്മളെ മക്കളോട് പറയണം, മോനെ ഇന്ന് നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ജമ്മു കസ്ർ പറയലോ. തിരക്കാണെങ്കിൽ പ്രയാസാണെങ്കിൽ ജംആക്കിയിട്ടെങ്കിലും റക്അത്ത് കുറക്കാതെ ജംആക്കിയിട്ടെങ്കിലും വധുവരന്മാർക്ക് നിസ്കരിക്കാം. ഇസ്ലാമിൽ അതെങ്കിലും നമ്മുടെ കുടുംബത്തിലെ വിവാഹിതരാകുന്നവരോട് പറയണം, നിസ്കാരം ഒഴിവാക്കരുത്. അത് നമ്മുടെ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് നമ്മൾ വരണം. ലോകത്തൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഖുർആന്റെ ഒരു ആയത്തില്ലേ, മാ സലക്കകും ഫീ സഖർ, എന്തുകൊണ്ടാ കൂട്ടരങ്ങൾ നരകത്തിൽ മാത്രമല്ല ശരീരത്തിന്റെ ഓരോ രോമങ്ങളിലും വേദന വരുന്ന സഖർ എന്ന നരകത്തിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ പെട്ടത്? അവസാന ഭാഗം എന്താ? ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കണവരായിരുന്നില്ല. അതിനർത്ഥം എന്താ? നിസ്കാരത്തെ പറ്റി അറിയാം, ആയത്തോ ഹദീസോ അറിയാം, പിന്നെന്തേ നിസ്കരിക്കൂല? എന്താ നിസ്കരിക്കാത്തത്? അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. കല്യാണല്ലേ, സൽക്കാരല്ലേ, ചങ്ങായിമാരല്ലേ, ഇന്നിങ്ങനെ കൈക്കോട്ടെന്ന് വിചാരിച്ചു. വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ, ഞങ്ങൾ കൂടികളായി. അപ്പോഴൊരു 65 ആൾക്കാരൊപ്പം ഞങ്ങൾ കൂടി. അതുവരെ ഞങ്ങൾ റമളാനിൽ നോമ്പനുഷ്ഠിച്ച് പടച്ചോനോട് തൗബ ചെയ്തൊക്കെ ഞങ്ങൾ മറന്നു. അങ്ങനെ ആകരുത്. ഒരു മനുഷ്യന് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്തരാകുക, അള്ളാഹുവിനോട് അടുക്കുക ഈ രോഗിയാകുമ്പോഴും മരണാസന്നനൊക്കെ ആകുമ്പോഴാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. പെട്ടെന്നൊരു വേദന വന്നു, പെട്ടെന്നൊരു രോഗം വന്നു, അസുഖം വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫിറഔൻ വരെ അവനാണ് ജീവിതത്തിൽ മാറാൻ തയ്യാറായത്. ഏകദേശം മരിക്കുന്ന ഉറപ്പായപ്പോ ഫിറഔൻ വരെ മാറി. നമ്മളെ നാട്ടിലുള്ള ആശുപത്രികളിൽ ഒന്ന് പോയി നോക്കി. ഞാൻ അറിയാൻ വേണ്ടി പറയണം. ആശുപത്രി പോയിട്ട് രോഗിയായിട്ട് 2 ദിവസം അഡ്മിറ്റ് ആയ ഉമ്മാട് വെച്ചോണ്ടി, ഉമ്മ ഗുളി കുടിച്ചു. ഡോക്ടർ വന്നോ? ഇല്ല, 10 മണിക്ക് റൗണ്ട്സ് കഴിഞ്ഞിങ്ങനെ വരും, ഇവിടേക്ക് അപ്പഴാ വരാന്നാ പറഞ്ഞത്. ഓക്കെ, റൂം ഞാൻ മോനോട് പറഞ്ഞത് ഇവിടെ പറ്റൂല, ഇവിടെ ചൂടാണ്, AC റൂമാണ്, 2500 ആണെങ്കിലും കുഴപ്പമില്ല, ഓക്കെയാണ്. നിസ്കരിച്ചിക്കണോ ചോദിച്ചോക്കി, ഉണ്ടൂല. എന്തേ കാരണം ഉണ്ടാത്തത്? അത് ഞാൻ മറന്നു. എന്റെ AC മറക്കാഞ്ഞ്? അതാണ് കാഴ്ചപ്പാട് വ്യത്യാസങ്ങളെ. ഞാൻ മോശാക്കല്ല, ചിലപ്പോ ഒരു 10% ഉണ്ടാവുള്ളൂ. ആ 10 നമ്മളെ വരക്കാരുണ്ടായിരുന്നു. അതിനാ മെമ്പർ. ആ 10 ആൾക്കാർ നമ്മളുണ്ടായിരുന്നു. 10 ആൾക്കാർ കൂടെ പോണ ആൾക്കാർ നമ്മളില്ലാതെ. ഉമ്മാരെ, നിങ്ങൾ ഏറ്റവും നല്ല കൂലി കിട്ടുന്ന കാര്യമാണ് രോഗിയെ സന്ദർശിക്കലും കൂടെ നിൽക്കലും. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, വീട്ടിൽ നിങ്ങൾ കൊണ്ടുപോകുമ്പോ ഒരു ബാഗ് കൊണ്ടുപോകൂലേ, ഇല്ലേ, ബോക്സ് കൊണ്ടുപോകൂലേ, അതില് കഴിക്കാനുള്ളതുണ്ടാവും, പുതക്കാനുള്ളതുണ്ടാവും, വിരിക്കാനുള്ളതുണ്ടാവും. നിസ്കരിക്കാൻ പറയാനുള്ളൊരു വാചകം നമ്മൾ ഉണ്ടാണ്ട് ആ കിടത്തത്തിലെങ്ങാനും നമ്മൾ മരിച്ചാൽ, ആ രോഗമെങ്ങാനും മൂർച്ഛിച്ചാൽ, വീട്ടിക്കെങ്ങാനും എത്താതിരുന്നാൽ, അവിടെ വെച്ചിട്ട് നമുക്ക് രോഗം ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ മരണം എങ്ങനെയായിരിക്കും? അള്ളാഹിനെ കണ്ടുമുട്ടുന്ന അവസ്ഥ എന്തായിരിക്കും? ലോകത്തെ ഏറ്റവും പടച്ചോന് വെറുക്കപ്പെട്ടവരായി കാഫറായി പടച്ചോന്റെ മുന്നിലേക്ക് പോകേണ്ടി വരും. ഖുർആന്റെ ആയത്ത് അങ്ങനെ തന്നെ അല്ലാഹു പറഞ്ഞത്. പടച്ചോന്റെ വാക്ക് അങ്ങനെ തന്നെ അല്ലാഹു പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബാക്കൾ ധരിക്കാൻ, മൻ തറക സ്വലാ ഫലാ ദീന ലഹു. ഒരാൾ നിസ്കാരം ആശുപത്രിയാണ്, എങ്ങനെ ഇവിടെ നിസ്കരിക്കുക, കടന്നിട്ട് എങ്ങനെ നിസ്കരിക്കുക, യന്ത്രസാമഗ്രികളായിട്ട് എങ്ങനെ നിസ്കരിക്കുക എന്ന് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കിയാൽ ഫലാ ദീന ലഹു, ഓന് ദീനില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ വാക്ക് നാളെ പരലോകത്ത് പടച്ചവൻ കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് പടച്ചവൻ ആശുപത്രിയിൽ നിന്നാകാം, ചിലപ്പം നമ്മുടെ ജീവൻ അവസാനമായിട്ട് അള്ളാഹ് പിടിക്കാൻ. കല്ലാ ഇദാ ബലഗത്തി തറാഖ് വഖീല മൻ റാഖ് വവന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖ് ബിസാഖ്. കണങ്കാലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിങ്ങനെ അടിക്കും, വേദന കൊണ്ട് പിടയും. പടച്ചോൻ റൂഹ് പിടിക്കുമ്പം ആ സമയത്ത് അള്ളാഹു ചില മനുഷ്യന്മാരുടെ വേദനയെ പറ്റി പറഞ്ഞിട്ട് അള്ളാഹിന്റെ വാക്കെന്തറിയോ? ഫലാ സദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കദ്ദബ വതവല്ല. ഓൽക്ക് ഇത്ര വേദന അനുഭവിക്കാൻ കാരണം എന്തറിയോ? ഓല് ദാനധർമ്മവും ചെയ്തില്ല, നിസ്കരിച്ചില്ല. പിന്നെ അവർ ധിക്കാരികളായി. ദീനറിയാം, ആശുപത്രി നിസ്കരിക്കൂല. ഇവിടുന്ന് യാത്ര പോകാൻ, ഇവിടെ എന്നെക്കാൾ കൂടുതൽ യാത്ര ചെയ്ത ആൾക്കാരാണ് മഹാഭൂരിപക്ഷം. വിമാനത്തിൽ യാത്രയില്ലേ, ട്രെയിനിൽ യാത്രയില്ലേ? ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു, ഒരു വലിയ 150 സീറ്റിന്റെ വിമാനത്തിൽ 50 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർ വിമാനത്തിൽ നിസ്കരിക്കണില്ല. നമ്മൾ ഈ മാറ്റൊക്കെ പറയുമ്പോൾ നിസ്കരിക്കണില്ല. തയമ്മും ചെയ്ത് നിസ്കരിക്കാത്തവർ ട്രെയിനിൽ ഇവിടുന്ന് ടൂർ പോകും, നിസ്കരിക്കണില്ല. ഇവിടുന്ന് മധുരയിലേക്കും, ഇവിടുന്ന് സേലത്തേക്കും, ഇവിടുന്ന് ബാംഗ്ലൂരിലേക്കും രാവിലെ പോയിട്ടോ രാത്രി പോയിട്ട് പിറ്റേന്ന് സുബൈക്ക് പോകുന്ന വലിയ ബസ്സുകളിൽ പോകും. ആരസങ്ങൾ നിസ്കരിക്കണത്? ബാത്റൂം പോകാനുള്ള സമയം നമുക്കറിയാം, ഭക്ഷണം നമുക്കറിയാം, എങ്ങനെ ഇരിക്കണ്ടെന്നറിയാം, ബർത്ത് നമുക്കറിയാം,
സമയമൊക്കെ അറിയാം. നിസ്കാരം നമ്മൾ ഒഴിവാക്കുന്നു, പാടില്ല. നിസ്കാരല്ലേ പടച്ചോന്റെ മുന്നിൽ നമ്മളില്ല. നിസ്കാരമില്ലേ പടച്ചോന് മുന്നിൽ നമുക്ക് അഡ്രസ് ഇല്ല. നിസ്കാരമില്ലേ മുഅ്മിനായി പടച്ചോൻ നമ്മളെ പരിഗണിക്കൂല. നമ്മൾ എന്ത് തിരക്ക് പറഞ്ഞാലും, എന്ത് ജോലിയുടെ ബിസി പറഞ്ഞാലും, എന്ത് കസ്റ്റമേഴ്സിന്റെ തിരക്ക് പറഞ്ഞാലും, നിസ്കാരം 5 വക്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിളവും ഒഴിവാക്കാൻ തന്നിട്ടില്ല. പ്രവാചകന്റെ ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമ്മൾ നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തേണ്ട ഒരു വാചകാണ്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? വിശ്വാസികളായ നമ്മളോട് പറയാൻ, മൻ ഹാഫള അലൈഹാ, ആരെങ്കിലും നിസ്കാരത്തിന്റെ വിഷയം സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. ഇപ്പൊ ഈ വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്. ഞാൻ വിദ്യാർത്ഥികൾ യുവാക്കളുണ്ടെന്ന് പറയാൻ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, റമദാനിൽ നമ്മൾ നല്ല ദീനിയാണ്, അൽഹംദുലില്ലാ. അങ്ങനെ തന്നെ ആകുക. ഇനി ടൂർ ഉണ്ടാവും, നമ്മൾ എങ്ങനെ പോയാലും ആര് നിസ്കരിച്ചാലും നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ. നിങ്ങൾ നിസ്കരിക്കണം. ടർഫ് കളി ഉണ്ടാവും, കളിച്ചോളിൻ, അള്ളാഹ് അനുവദിച്ച് എന്ത് ചെയ്തോളിൻ. ആരുല്ലെങ്കിലും ടർഫിന്റെ സൈഡിൽ പത്രം വെച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കണം. സ്കൂളുകളിൽ ഇനി തുറന്നാൽ കലാമേളക്ക് നിസ്കാരം ഒഴിവാക്കരുത്, സ്പോർട്സിന് നിസ്കാരം ഒഴിവാക്കരുത്, അവിടെ നടക്കുന്ന കായിക മേളക്ക് നിസ്കാരം ഒഴിവാക്കരുത്. ടീച്ചർമാരെ, അധ്യാപികമാരെ, ഉദ്യോഗസ്ഥന്മാരെ, സ്റ്റാഫുകളെ, അവനവന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നെന്ന് നമ്മളതിന്റെ കൺവീനറും ചെയർമാനും ആക്കണമെന്ന് അതിനു വേണ്ടി ഓടിച്ചാടി നടക്കുന്നതിന്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കരുത്. എല്ലാത്തിലും നമ്മൾ മുന്നിലുണ്ടാകണം, നിസ്കാരത്തിലും നമ്മൾ മുന്നിലുണ്ടാകണം. വിദ്യാർത്ഥികളെ, ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നു, നിങ്ങൾ സൽക്കാരത്തിന്റെ പേരിൽ പോകുന്നു, നിങ്ങളുടെ ചങ്ങാതിമാരുടെ കൂടെ ജിമ്മിൽ പോകുന്നു, എന്ത് പോയാലും നിങ്ങൾ അല്ലാഹ് അനുവദിച്ച എന്തിനും പോയിക്കോളൂ. പക്ഷേ നിസ്കാരം പോകരുതേ. ആര് കൂടല്ലെങ്കിലും നിങ്ങൾ നിസ്കരിക്കണം. ആര് കളിയാക്കിയാലും നിസ്കരിക്കണം. ആര് നിങ്ങൾ ഭക്തനാണെന്ന് പറഞ്ഞാൽ നിസ്കരിക്കണം. ഈ മാത്രമേ ഖുർആന്റെ നടുക്കത്തെന്ന് പറഞ്ഞാലും നിസ്കരിക്കണം. എന്തേ? പ്രവാചകന്റെ ഒരൊറ്റ ഹദീസ് മതി നമ്മുടെ നെഞ്ചകത്തുണ്ടാകാൻ. പ്രവാചകന്റെ വാക്കാൻ, മൻ ഹാഫള അലൈഹാ, ആരെങ്കിലും നിസ്കാരം സൂക്ഷിച്ചാൽ, കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്ത്, ആ നിസ്കാരം അയാൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയമായി, വെളിച്ചമായി, അയാൾക്ക് അനുകൂലമായ സാക്ഷിയായി പരലോകത്ത് വരും. യൗമൽ ഖിയാമ, പരലോകത്ത്. വമൻ ലം യുഹാഫിള് അലൈഹാ, ആരെങ്കിലും തിരക്കിന്റെ പേരിൽ അവനവന്റെ ഇഷ്ടങ്ങളുടെ, കൂട്ടുകാരുടെ ഇഷ്ടങ്ങളുടെ പേരിൽ, അവനവന്റെ ദുനിയാവിന്റെ താല്പര്യത്തിന്റെ പേരിൽ, ഗൗരവമില്ലായ്മയുടെ പേരിൽ നിസ്കാരം ഒഴിവാക്കിയാൽ, ലം യകുൽ ലഹു നൂർ വലാ ബുർഹാൻ വലാ നജാത്ത്, ഒരിക്കൽ പോലും ഈ ദുനിയാവിലോ പരലോകത്തിലോ അയാൾക്ക് വെളിച്ചമോ അള്ളാന്റെ സഹായമോ സുരക്ഷിതത്വമോ ഉണ്ടാവില്ല, കഴിഞ്ഞില്ല. അടുത്ത വാക്കാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടി. എന്താ വാക്കറിയോ? വകാന യൗമൽ ഖിയാമ, നിസ്കാരം കല്യാണത്തിന്റെ പേരിൽ, സൽക്കാരത്തിന്റെ പേരിൽ ഒഴിവാക്കിയവരെ, കലാമയുടെ പേരിൽ ഒഴിവാക്കിയവരെ, കുട്ടിയുടെ പരിപാടി വീഡിയോയിൽ പകർത്താൻ 3.5 മണിക്കൂർ മുന്നിൽ പോയിരുന്നിട്ട് അതിന്റെ പേരിൽ മഗ്‌രിബും ഇശാവും ഒഴിവാക്കിയവരെ, പർച്ചേസിംഗിന്റെ പേരിൽ ളുഹറും അസറും നഷ്ടപ്പെടുത്തിയവരെ പരലോകത്ത് അല്ലാഹ് കൊണ്ടുവരും. ആരുടെ കൂടെ? മഅ ഖാറൂൻ. അർത്ഥം എല്ലാവർക്കും അറിയാം. മഅ ഖാറൂൻ വ ഫിർഔൻ വ ഹാമാൻ വ ഉബയ്യ് ഇബ്നു ഖലഫ്. 3 ആൾക്കാരെ ഖുർആൻ പറഞ്ഞതും 4-ാമത്തെ ആള് മുനാഫിക്കിന്റെ നേതാവായിട്ട് നബി പറഞ്ഞതുമാണ്. ഖാറൂനിന്റെയും ഫിർഔനിന്റെയും ഹാമാനിന്റെയും മുനാഫിക്കുടെ നേതാവായ ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെ അല്ലാഹ് നിർത്തും. അതിന്റെ അർത്ഥം എന്താ? നമ്മളെ ആ ഗണത്തിലാണ് നമ്മൾ പെടുക. നമ്മുടെ മഹലിൽ നിന്ന് ഒരൊറ്റ ആളുണ്ടാകരുത്. ഒരാളും ആണായിട്ടും പെണ്ണായിട്ടും ബാപ്പയായിട്ടും മകനായിട്ടും മരോളായിട്ടും അമ്മോശങ്കാക്കായിട്ടും ഒരാളായിട്ടും നിസ്കാരം അവനാന്റെ ജീവൻ പോകുന്നത് വരെ, ഖബർക്ക് നമ്മൾ ഇറക്കുന്നത് വരെ ഈ ദുനിയാവ് നിസ്കാരം നിലനിർത്തി മരണപ്പെട്ടു പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. വെള്ളിയാഴ്ച ദിവസം നമ്മൾ വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്‌രിബ് വരെ നമ്മൾക്ക് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ സൂറത്ത് ഗഹ്ഫ് നമ്മൾ മിമ്പറുമെന്ന് പറഞ്ഞതാണ്. നമ്മൾ റമദാനിന് ശേഷം ശീലിക്കേണ്ടത്, വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ വരികയാണെങ്കിൽ പരമാവധി ആളുകൾ, നമ്മളെ പറ്റുന്ന എല്ലാവരും ഖുർആൻ എടുത്തിട്ടോ, അല്ലെങ്കിൽ അതിന് പ്രയാസം ഉണ്ടെങ്കിൽ, ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന പ്രയാസം ഉണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ടോ നമ്മൾ സൂറത്ത് ഗഹ്ഫ് ഓതണം. ഇവിടെ നിന്ന് തന്നെ ഓതുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഓതുന്നതിന്റെ പുണ്യം എന്താ അറിയും?
ഒന്ന് അള്ളാന്റെ വീടാണ്, രണ്ടെല്ലാ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൊണ്ട് വെള്ളിയാഴ്ചൻ്റെതായ പവിത്രത ഉണ്ടാവും. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇസ്ലാമികമായൊരു മാഹൂൽ എന്ന് പറയും, ഒരു ആംബിയൻസ് അതുണ്ടാകണം. അത് നമ്മൾ സൂറത്ത് കഹ്ഫ് ഓതുന്നതിലൂടെ ഉണ്ടാകണം. നമ്മൾ റമദാനിന് ശേഷം എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ മറക്കുന്നുണ്ട്. നമ്മൾ തുടർച്ചയായിട്ട് വരണം. പ്രവാചകന്റെ 2 ഹദീസ് പറയാം. മൻ ഖറഅ സൂറത്ത് കഹ്ഫ്, ആരെങ്കിലും സൂറത്ത് കഹ്ഫ് ഓതിയാൽ ഫീ യൗമിൽ ജുമുഅ ദിവസം അല്ലാഹു ലഹു മിൻ നൂരിൻ മാ ബൈന ജുമുഅത്തൈൻ, അടുത്ത വെള്ളിയാഴ്ച വരെ പടച്ചോൻ അയാൾക്ക് അള്ളാന്റെ പ്രകാശം നിലനിർത്തി കൊടുക്കും. അള്ളാന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വഴിതെറ്റി പോകുന്ന സാഹചര്യത്തിന് അള്ളാഹ് മാറ്റും. അപ്പൊ നമ്മൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പള്ളിയിൽ വരിക, 5 മിനിറ്റ് ഉണ്ടെങ്കിൽ 2 നിസ്കരിച്ചിട്ട് നേരെ കിട്ടുന്ന പോലെ സൂറത്ത് കഹ്ഫ് എത്രയാണ് ഓതാൻ പറ്റുന്നത് ഓതുക. നമ്മളെ മക്കളോട് ഓതാൻ വേണ്ടി പറയാം. സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിൽ ഇപ്പൊ എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാന്റെ പ്രകാശം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ സമയം, അതിന്റെ ഡ്യൂറേഷൻ കിട്ടി. ഒരാഴ്ചയാണ് അള്ളാന്റെ പ്രകാശം ഉണ്ടാകുക. അടുത്ത വെള്ളിയാഴ്ച ഓതിയാൽ പിറ്റത്തെ വെള്ളിയാഴ്ച വരെ, നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഓതിയാൽ മരിക്കുന്നത് വരെ അള്ളാന്റെ സംരക്ഷണവും പ്രകാശവും ഉണ്ടാവും. ഇനി ആ പ്രകാശത്തിന്റെ വീതി പറയാണ്. വീതി എത്രയാണ്? നമുക്കൊരാഴ്ച കൊണ്ട് കിട്ടുന്ന പ്രകാശം എത്ര വ്യാസമുണ്ട്, എത്ര വ്യാപിച്ചതാണ്. നബിന്റെ ഹദീസ് എന്താ അറിയോ? ഇതേപോലെ ഒരാൾ വെള്ളിയാഴ്ച സൂറത്ത് കഹ്ഫ് ഓതിയാൽ നൂറൻ, അയാൾക്ക് അല്ലാഹു പ്രകാശം കൊടുക്കും. മാ ബൈനഹു വ ബൈനൽ ബൈത്തിൽ അതീഖ്, ഇവിടം മുതൽ കഅബാലയം വരെ നീണ്ടു നിൽക്കുന്ന പ്രകാശം എന്ന് പറഞ്ഞാൽ വിശാലമായ അള്ളാഹുവിന്റെ കാരുണ്യം. സൂറത്ത് കഹ്ഫ് വെള്ളിയാഴ്ച ഓതുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കും, കുടുംബത്തിന് അള്ളാഹ് കൊടുക്കും. നമ്മൾ അങ്ങനെ ഓതുന്ന ശീലം ഉണ്ടാകണം. ഉറപ്പായിട്ടുണ്ടാകണം. എനിക്കുണ്ടാകണം, നിങ്ങൾക്കുണ്ടാകണം, എന്റെ കുടുംബത്തിനുണ്ടാകണം. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ എല്ലാവരും നമ്മളെ പരമാവധി സൂറത്ത് കഹ്ഫ് ഓതുന്ന രൂപത്തിലാകുക. അതിനൊരു പ്രത്യേക ആനന്ദവും ആ പള്ളിക്ക് പ്രത്യേകമായൊരു അള്ളാഹുവിൽ നിന്നുള്ളൊരു ബർക്കത്തും നൂറും ഉണ്ടാവും. സ്വാഭാവികമായ ഒരു ഹദീസ് കൂടി പറഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാൻ കഴിയും. നമ്മളൊരു കൊല്ലം സൂറത്ത് കഹ്ഫ് ഇങ്ങനെ നോക്കി ഓതുക, നോക്കി ഇങ്ങനെ ഓതുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു 10 ആയത്തെ നമുക്ക് കാണാതെ കിട്ടൂലേ? ഒരു കൊല്ലം കൊണ്ട് കിട്ടൂലേ? സ്വാഭാവികമായിട്ടും. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ വാക്കറിയോ? മൻ ഹഫിള, ആരെങ്കിലും ഹിഫ്ളാക്കിയാൽ 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ്, സൂറത്ത് കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത്, മറ്റൊരു ഹദീസിൽ അവസാനത്തെ 10 ആയത്ത്, ഏതെങ്കിലും ഒന്ന് ആദ്യത്തെ 10 അവസാനത്തെ 10 ഒരാൾക്ക് ഹിഫ്ളാക്കിയാൽ ഉസിമ മിനദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് പടച്ചോൻ അയാളെ കാക്കും. നമ്മുടെ കാലഘട്ടത്താണ് അത് സംഭവിക്കുക എങ്കിൽ അതിന്റെ ഉപദ്രവത്തിൽ നിന്ന്, ദജ്ജാലിന്റെ ശക്തമായ ഉപദ്രവത്തിൽ നിന്ന് പടച്ചോൻ പ്രൊട്ടക്ഷൻ നൽകുന്ന ആളുകളായി അള്ളാഹ് മാറ്റാൻ അള്ളാഹ് നിശ്ചയിച്ചത് സൂറത്ത് കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ ഹിഫ്ളാക്കുകയും ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച റമദാന് ശേഷം നമ്മളൊന്ന് നിസ്കാര പറഞ്ഞത്, കഴുത്ത് പോയാൽ നിസ്കരിക്കണം, ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യം നമ്മൾ അടുത്ത ആഴ്ച മുതൽ പറയാം. രണ്ടാമത്തേത്, വെള്ളിയാഴ്ച നമ്മൾ വരുമ്പോൾ നമ്മളെല്ലാവരും സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യുന്നവരായി നമ്മൾ പള്ളിയിലുണ്ടാണ്. മക്കളോട് പറയണം, മക്കളെ അടുത്ത ആഴ്ച മുതൽ വെക്കേഷൻ തുടങ്ങിയാൽ മക്കളെ പള്ളിയിൽ പോകുമ്പോൾ കഹ്ഫ് ഓതനട്ടോ എന്ന് പറയണം. വീട്ടിൽ നിന്ന് ഓതോ ബാക്കി വിടുന്നത് എങ്ങനെയാണെങ്കിലും ഒരു 10 ആയത്ത് ഒരു കൊല്ലം കൊണ്ടെങ്കിലും സൗങ്ങളെ നമ്മൾ ആദ്യത്തെ ഒരു 10 ആയത്തോ അവസാനത്തെ 10 ആയത്തോ നമ്മൾക്ക് ഹൃദ്യസ്ഥമാക്കിയാൽ വലിയ പ്രതിഫലവും അള്ളാഹുവിനുള്ള പ്രൊട്ടക്ഷനുമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ നാഥ, ആ നാടിനും ആ നാട്ടുകാർക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കെല്ലാം നാഥ നീ സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിലെല്ലാം ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കുടുംബപരമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. റഹ്മാനായ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്നത് വരെ നമസ്കാരം ഒരു വക്ത് പോലും നഷ്ടപ്പെടാതെ നിലനിർത്തി മുഅ്മിനായി മുത്തഖിയായി മുവഹിദായി മരണപ്പെട്ടു പോകുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നമസ്കാരം നിലനിർത്തി
അള്ളാഹുവിന്റെ സ്വർഗാരാമങ്ങളിൽ കുടുംബസമേതം ഒരുമിച്ച് ചേരാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب